ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അബ്രാഹത്തിന്റെ ടീച്ചിങ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അബ്രാഹം ആരാണെന്ന് സംശയമുള്ളവർക്ക് വോട്ടെക്സ് എന്ന വീഡിയോ കണ്ടു നോക്കിയാൽ അബ്രാഹം ആരാണെന്ന് മനസ്സിലാവും. എന്താണ് സക്സസ് എന്ന് അബ്രാഹത്തോട് ചോദിക്കും. അബ്രാഹം പറയുന്ന മറുപടിയാണ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ സക്സസിനെ മാർക്ക് ചെയ്യുക? നമ്മൾ നേടണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നേടി കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ സക്സസ് എന്ന് പറയുക. അതൊരു പക്ഷെ ഒരു ട്രോഫി ആകാം, ചിലപ്പോ പൈസയാകാം, ചിലപ്പോ ചിലരെ സംബന്ധിച്ച് അത് റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലരെ സംബന്ധിച്ച് ചില സാധനങ്ങളായിരിക്കും. എന്ത് തന്നെയാകട്ടെ, നമ്മൾക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് നേടിയെടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ സക്സസ് എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ പലതും നേടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആ നേടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, അത് കഴിയുമ്പോഴോ പിന്നെ നമുക്ക് അങ്ങനെ അത്രയും കൂടി സന്തോഷം തോന്നാറില്ല, അല്ലേ? പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സക്സസിന്റെ സ്റ്റാൻഡേർഡിനെ നിങ്ങളുടെ അച്ചീവ്മെന്റ് ഓഫ് ജോയ്, അതായത് നിങ്ങളുടെ സന്തോഷം അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ സക്സസിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ഡിസൈഡ് ചെയ്ത് നോക്കി. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ സന്തോഷമായിരിക്കാൻ പറ്റുക, ഫുൾ ടൈം നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ പറ്റുക, അതാണ് നിങ്ങളുടെ സക്സസ് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തിയാലോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം മാറാൻ തുടങ്ങും. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ആയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കുന്നതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷമായിട്ടിരിക്കാനുള്ള വഴികൾ നമ്മുടെ മനസ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങും. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യും. ഇന്റേണൽ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴോ നമുക്ക് ചുറ്റും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ വൈബ്രേഷണൽ അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് യൂണിവേഴ്സുമായിട്ടുള്ള നമ്മുടെ വൈബ്രേഷണൽ അലൈൻമെന്റ് കറക്റ്റ് ആവുമ്പോഴാണ് നമുക്ക് സന്തോഷത്തിലായിരിക്കാൻ പറ്റുക. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ പ്രാക്ടീസ് ചെയ്ത ആളുകളൊക്കെ പറയുണ്ടായി, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരുന്നതായിട്ട് തോന്നുന്നു, അങ്ങനത്തെ ഒരു അനുഭവം വരുന്നു എന്ന് പറയുകയുണ്ടായി. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നന്ദി പറയുമ്പോൾ അത് വെറുതെ ഒരു ചടങ്ങായിട്ട് മാറ്റാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം നമുക്ക് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം നിങ്ങളുടെ അടുത്തില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സാധനത്തിലാണെങ്കിലോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കില്ല, ഒരിക്കലും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചോ നിങ്ങൾ ഫോക്കസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ അതിനകത്തേക്കാണ് ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ സന്തോഷം നിങ്ങളുടെ അടുത്ത് നിന്ന് പോകും. നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കുന്നെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷനും മാത്രമാണ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സമ്മതിക്കാത്തത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. അതായത് അവർക്കുണ്ടാകുന്ന ലൈഫ് എക്സ്പീരിയൻസസിനെ ഒരു സെറ്റ് റൂള് കൊണ്ട് അവരെ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അതായത് അവര് പുറത്തേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ആരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഈ റൂൾസ് വെച്ചിട്ട് ഇത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഇതെല്ലാം പുറത്തുനിന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഗൈഡിങ് സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലാക്കാതെയാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഞാൻ ഈ ചെയ്തിരുന്നത് ശരിയാണോ, ഞാനിത് തെറ്റാണോ, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എനിക്കത് ശരിയായിട്ടൊന്നുമില്ല. നമ്മുടെ ഉള്ളിലൊരു സെൽഫ് ടോക്ക് വെച്ചിട്ട് നമുക്കൊരു ഇന്റേണൽ ഇമോഷണൽ ഗൈഡൻസ് സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ ഒട്ടും വില കൊടുക്കാതെ പുറത്തുനിന്നുള്ള ഒരു കൂട്ടം ആളുകളെയോ ഒരു സെറ്റ് ഓഫ് റൂൾസിനെ എല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നത് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ഇമോഷണൽ ഗൈഡൻസ് സിസ്റ്റത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അതെപ്പോഴാ സാധിക്കുക? നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് അവെയർ ആയിരിക്കുക, നമ്മളെ അലൈൻമെന്റിലായിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ശരിക്കും അത് നിങ്ങളുടെ ഈ വേൾഡില്, ഈ ഫിസിക്കൽ സ്പേസ് ഓഫ് റിയാലിറ്റിയിലായിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസിനെ എല്ലാം ഒരു അരിപ്പിലിട്ടൊന്ന് അരിച്ചെടുത്ത് നോക്കിയാൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുക? നമ്മൾ കോൺഷ്യസ്ലി എപ്പോഴാണോ നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് അവെയർ ആയിരിക്കുക, എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആണെങ്കിൽ, ആ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആണെങ്കിൽ നമുക്ക് മനഃപൂർവ്വമായിട്ട് ആ ഫീലിങ്സിലേക്ക്
നമ്മൾക്ക് വേണ്ട ഫീലിങ്സിലേക്ക് കൊണ്ടുപോകേണ്ട തോട്ട്സിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ബീങ് അല്ലെങ്കിൽ ഇന്നർ സെൽഫിലൂടെ നിങ്ങൾ നിങ്ങളുടെ പുറം ലോകത്തെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് ബ്രോഡർ പെർസ്പെക്റ്റീവില് കാണാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുക? ആ ഷിഫ്റ്റ് അവിടെ സംഭവിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഇന്നർ ബീയിങ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചു കഴിയുമ്പോൾ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ചെയ്തു കഴിയും. നിങ്ങളുടെ ഏറ്റവും നല്ല ഫീലിങ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. നിങ്ങളുടെ ഏറ്റവും നല്ല ഭാവി, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ സ്വപ്നം കണ്ട് ആ ഒരു ഫീല് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസുമായിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ, നിങ്ങളുടെ സോള് ഈ ഭൂമിയിലേക്ക് വന്നപ്പോ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. ആ ലൈഫിന്റെ പർപ്പസുമായിട്ട് കൂട്ടിമുട്ടാനായിട്ട് നിങ്ങളുടെ ഇന്നർ ബീയിങ് അല്ലെങ്കിൽ ഇന്നർ ഗൈഡൻസ് സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വൈബ്രേഷണൽ അലൈൻമെന്റിൽ ആയിരിക്കേണ്ടതുണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വളരെ വേഗം നിങ്ങൾക്ക് എന്താ പറയാ, ഈ നിങ്ങളുടെ ആ ഇന്നർ ഗൈഡൻസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങും. അപ്പൊ ഇന്റേണൽ വൈബ്രേഷൻ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആവാം? നമ്മുടെ ബ്രത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 5 മിനിറ്റ് തൊട്ട് തുടങ്ങി ഒരു 15 മിനിറ്റ് വരെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് സമയം, ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഒട്ടും സമയമില്ലാത്തവരാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒന്നില്ലെങ്കിൽ വജ്രാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക. നിങ്ങൾ കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ മംഗളമുദ്രയിൽ തുറന്നു വെക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഡീപ് ബ്രെത്ത് എടുക്കുക. അത് നോർമലൈസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബ്രെത്ത് എണ്ണിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബ്രെത്ത് എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ബ്രെത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകൾ വന്നോട്ടെ പൊയ്ക്കോട്ടെ, അതിനെ തടയാൻ ശ്രമിക്കരുത്. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ ഒരുപാട് കുതിച്ചു കയറി വരുന്നത് സ്ലോ ആവാൻ തുടങ്ങും. അത് സ്ലോ ആയിട്ട് ഒരു പോയിന്റിൽ നിങ്ങൾ ചിന്തയില്ലാത്തൊരവസ്ഥയിലെത്തും. നിങ്ങളുടെ ഇന്നർ സെൽഫുമായിട്ട് ഉറപ്പായിട്ടും കണക്റ്റഡ് ആവും. ഇത് എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതല്ലാതെ ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്തത് വിട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ചിലർക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവാൻ പറ്റും, ചിലർക്ക് കുറച്ച് സമയം എടുക്കും. അതിപ്പോ ചിലർക്ക് 1 വർഷം വരെ എടുത്തേക്കാം, ചിലർക്ക് അതിൽ കൂടുതൽ എടുക്കാം, ചിലർക്ക് ഒരാഴ്ച കൊണ്ട് കണക്റ്റഡ് ആവും, ചിലർക്ക് 15 ദിവസം മതിയാവും, ചിലർക്ക് 1 മാസം. അത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച്, ഓരോരുത്തർ കണക്റ്റഡ് ആവുന്ന അനുസരിച്ചിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നമ്മളെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഇന്നർ സെൽഫിലേക്ക് എത്തി നമ്മുടെ വൈബ്രേഷൻ ഉയർത്തി നമ്മൾ എന്തിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.